നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് വളരെ അപ്രതീക്ഷിതമായി ആമസോൺ പ്രൈമിൽ കൂടി ഇന്നലെ റിലീസ് ചെയ്ത ഒരു സിനിമയുടെ വിശേഷമാണ്. സിനിമയുടെ പേര് അഞ്ചക്കള്ളക്കോക്കാൻ. ഏകദേശം 1.5 മാസത്തിന് മുന്നേ തിയേറ്ററിൽ ഇറങ്ങി. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീഡ്ബാക്കും, തിരക്കേടില്ലാത്തതെന്നല്ല, നല്ല ഗംഭീര അഭിപ്രായം കിട്ടിയ സിനിമയാണ്. എന്നാലും തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആവാത്ത സിനിമയാണ്. പെട്ടെന്ന് OTT വരികയും ചെയ്തു. ചെമ്പൻ വിനോദ് ജോസിൻ്റെ അനിയൻ ഉല്ലാസ് ചെമ്പനാണ് ഇതിൻ്റെ തിരക്കഥ, സംവിധാനം എല്ലാം ചെയ്തിരിക്കുന്നത്. ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സിൻ്റെ ബാനറിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. 2 മണിക്കൂർ 5 മിനിറ്റുള്ള സിനിമ ഞാൻ പറഞ്ഞു. മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ലുക്മാൻ, ചെമ്പൻ, ശ്രീജിത്ത് രവി, പിന്നെ നമ്മുടെ സെന്തിൽ കൃഷ്ണ, മണികണ്ഠൻ ആചാരി എന്ന് വേണ്ട കുറച്ച് പേരൊക്കെ. മേഘ നമ്മുടെ ഭീമൻ്റെ രഘുല നായിക, പിന്നെ റാഹേൽ മകൻ കോരയിലെ നായിക ആൻ ഫിലിപ്പ്. ഇത്രയും പേരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങൾ. സിനിമ പേഴ്സണലി എനിക്ക് ഈ ഗംഭീര അഭിപ്രായം എന്ന് കേട്ടത് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. ഒരു സിനിമയെ നമ്മൾ അങ്ങനെ എക്സ്പെക്റ്റേഷനിൽ കാണേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷേ നമ്മളൊരു പ്രതീക്ഷ അറിയാണ്ട് വന്നു പോകുമല്ലോ. അങ്ങനെ കണ്ടതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് സിനിമ നല്ലൊരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ എന്നാലും അങ്ങനെ ഗംഭീരം എന്നെനിക്ക് തോന്നിയില്ല. കാരണം കുറച്ച് വെറൈറ്റി സിനിമയാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ നോർമലി കാണുന്ന സിനിമകളുടെ ഒരു പാറ്റേൺ അല്ല സിനിമ. അതിന് എസ്പെഷ്യലി അതിൻ്റെ ഒരു ക്യാമറ, എഡിറ്റിങ്, കളറിങ്, സൗണ്ട് മിക്സിങ്, മ്യൂസിക്, സ്റ്റണ്ട് കൊറിയോഗ്രാഫി എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. എസ്പെഷ്യലി എനിക്ക് പറയാൻ തോന്നിയ മ്യൂസിക്കും സ്റ്റണ്ട് കൊറിയോഗ്രാഫിയും സൗണ്ട് മിക്സിങ് എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഹോം തിയേറ്റർ ഇവിടെ ഉണ്ട്. അതിനകത്ത് കേട്ടിട്ട് പോലും എനിക്ക് സൂപ്പറായിട്ട് തോന്നിയത്. അപ്പോൾ തിയേറ്ററിൽ അത് കേൾക്കുമ്പോൾ സൂപ്പറായിരിക്കും. കാരണം അടിപൊളിയായിട്ട് സംഭവം കേൾക്കണ പോലെ എനിക്ക് തോന്നി. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ഞാൻ പറഞ്ഞു, അതും പറയണമെന്ന് തോന്നി. ഒരു വെറൈറ്റി മേക്കിംഗ് ആണ്. അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ സിനിമ അപ്രോച്ച് ചെയ്തിരിക്കുന്ന രീതിയും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് റോ ആയിട്ട് എടുത്തേക്കണ പോലെയാണ് ഫീൽ ചെയ്തത്. റോ ആയിട്ട് ഫിലിം മേക്കിംഗ്, അങ്ങനെ കൂടുതൽ ഗിമിക്സ് ഒന്നും ഇല്ലാണ്ട് പച്ചയ്ക്ക് എടുക്കുന്നവരില്ല. അതുപോലെ നമ്മുടെ ഈ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയൊക്കെ പോലെ കുറച്ച് റോ ആയിട്ട് എടുത്തേക്കണ പോലെയാണ് എനിക്ക് ശരിക്കും സിനിമ ഫീൽ ചെയ്തത്. സിനിമ പേഴ്സണലി വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അഞ്ചക്കള്ളക്കോക്കാൻ. പെർഫോമൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ശ്രീജിത്ത് രവിയുടെ മക്കളായിട്ട് 2 പേരുണ്ട്. അവരുടെ ഒരു എൻട്രിയും അവരുടെ കുറച്ച് പെർഫോമൻസുകൾ അവർ ത്രൂ ഔട്ട് ഇടയ്ക്കിടയ്ക്കായിട്ടുണ്ട്. അവർ 2 പേരും കിടുക്കി കളഞ്ഞു, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെമ്പൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റോളാണ്. ചെമ്പൻ നന്നായിട്ട് ചെയ്തു. ചെമ്പൻ റോൾ വൃത്തിയായിട്ട് ചെയ്തു. ലുക്മാൻ അടിപൊളിയായിരുന്നു. ലുക്മാൻ ആസ് യൂഷ്വൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ലുക്മാൻ്റെ റോള്. ശ്രീജിത്ത് രവിക്ക് ചെറിയ റോളാണ്, അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല. ചെയ്ത അത്രയും നല്ല രസമുണ്ടായിരുന്നു. മേഘ, ഭീമൻ്റെ രഘുവിലെ നായിക, മേഘയ്ക്ക് കുറച്ച് വ്യത്യസ്തമാർന്ന റോളായിരുന്നു. വളരെ സൂപ്പറായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ട് പെർഫോം ചെയ്യേണ്ട രീതിയിൽ. ഒരുപാട് പെർഫോമൻസ് ഉണ്ടെന്നല്ല, എന്നാൽ അവരുടെ ആ ഒരു അവരുടെ അപ്പിയറൻസ് തന്നെ കുറച്ച് ചേഞ്ച് ആയിരുന്നു. അത് നല്ല രസമായിട്ട് അവർ ചെയ്യുകയും ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ ആൻ ഫിലിപ്പ്, റാഹേൽ മകൻ കോരയിലെ നായിക, അവർക്കങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അധികം വലിയ സ്ക്രീൻ സ്പേസും അവർക്കില്ല. പിന്നെ എനിക്ക് തോന്നിയത് മണികണ്ഠൻ ആചാരി, കുറച്ച് റോളുണ്ട് പുള്ളിക്ക്. കുറച്ച് രസമായിട്ട് പുള്ളി ഇത് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു. സെന്തിൽ കൃഷ്ണയ്ക്ക് ഭയങ്കര വലിയ റോളൊന്നുമല്ല, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമ ഒരു തവണ കണ്ടു നോക്കാം. ഭയങ്കര വയലൻസ് ഉണ്ട്. അപ്പോൾ അതൊരു കാര്യമാണ്. ഭയങ്കരമായിട്ട് വയലൻസ് ഉള്ളൊരു സിനിമയാണ്. വയലൻസ് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഭയങ്കര വയലൻസ് ഉണ്ട്. പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, കുറച്ച് സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് അഞ്ചക്കള്ളക്കോക്കാൻ. അപ്പോൾ കാണൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. വേറെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നീലരാത്രി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. ഭഗത് മാനുവലിൻ്റെ സിനിമ പടം ഇറങ്ങിയിട്ടുണ്ട്. വേറെ 2-3 പടം ഇറങ്ങിയിരുന്നു. അത് കണ്ട് തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അത്രയും ബോറായിരുന്നു. അതുകൊണ്ട് ചില പടങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. നീലരാത്രി കണ്ടാൽ അതിൻ്റെ വിശേഷമായിട്ട് വരാം. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ആൻഡ് ബൈ.